നല്ല അരികൊക്കെ മൊരിഞ്ഞ നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ച് പോലുള്ള നെയ്യപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. വളരെ സമയം കുറച്ച് ഈസി ആയിട്ട് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, അകമൊക്കെ നല്ലപോലെ വെന്ത് നല്ല മയമുള്ള സോഫ്റ്റ് നെയ്യപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ നെയ്യപ്പം എങ്ങനെ സ്പീഡിൽ ഉണ്ടാക്കാം, അതായത് വെറും 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിന് ഞാനൊരു 1/4 കിലോ പച്ചരി വെളുപ്പിന് രാവിലെ ഒരു 5 മണിക്ക് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഒരു 5-6 മണിക്കൂറായി അത് നല്ലോണം കുതിർന്നു. ഇനി അത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ആദ്യം അത് മിക്സിയുടെ ഒരു വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 100 ഗ്രാം ശർക്കര ഉരുക്കിയതാണ്. പിന്നെ അതുകൂടാതെ ഒരു 3-4 ഏലക്ക പൊടിച്ചത്, അത് ഏലക്ക പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചിരിക്കുകയാണ്, അതിട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ 4 ഏലക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിനകത്തോട്ട് 1 സ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിൽ വെച്ച് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരയണമെന്നില്ല, ഒരല്പം തരിയോടെ അരച്ചെടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അതുകൂടാതെ ഒരു കപ്പിന് 1/2 കപ്പ് ചോറിട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് മൈദ മാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്കിത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗ്ഗങ്ങളായത്. സാധാരണഗതിയിൽ നോർമലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അരിയും ശർക്കരയും മാത്രമാണ് ചേർക്കാറുള്ളത് പണ്ടൊക്കെ. അന്നേരം ഇത് 6 മണിക്കൂറൊക്കെ വെച്ച് മയം വന്നിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോറും മൈദയും ചേർത്തത്. അപ്പോൾ ഇതിന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അരിയൊക്കെ നല്ല മൊരിഞ്ഞും കിട്ടും. ഇപ്പോൾ ശർക്കര ചേർത്തത് പോരാഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് ആ ചോറും മൈദയും എല്ലാം കൂടെ ചേർത്ത് അരച്ച് നല്ല കറക്റ്റ് പാകത്തിന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ എടുത്ത ശർക്കര വെള്ള ശർക്കരയാണ്, അധികം നിറവില്ല, അതുകൊണ്ടാണ് ഈ മാവ് വെളുത്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ഈ ബേക്കിംഗ് സോഡ ഒക്കെ ഇടുമ്പോൾ ഇത് പെട്ടെന്നൊന്ന് മയം വന്ന് ഒന്ന് പൊങ്ങും. ഇതൊക്കെ എളുപ്പത്തിനുള്ള ജോലി പെട്ടെന്ന് തീർക്കാനുള്ള അടവുകളാണ്. പിന്നെ ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാക്കൊത്ത് വറുത്തതാണ്. തേങ്ങാക്കൊത്തും എള്ളും കൂടെ വറുത്തിടണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. ആ നെയ്യിൽ മൂത്ത തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ ഇടുമ്പം ഈ നെയ്യപ്പത്തിന് ആ ഒരു നെയ്യുടെ സ്വാദ് നല്ലോണം കിട്ടും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ തേങ്ങ മൂത്തു. ഇനി അതിനകത്തോട്ട് എള്ളും കൂടി ഇടാം. സ്റ്റൗവും ഞാൻ ഓഫ് ചെയ്തു. ഇനി അതെല്ലാം കൂടെ ഈ മാവിലോട്ടിട്ട് നല്ലോണം ഒന്നുകൂടെ ഇളക്കുക. നല്ലോണം ഇളക്കിയിട്ട് അത് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, എന്നാലും ഒരു 10 മിനിറ്റ് വെച്ചാൽ നന്നായിരിക്കും. ഞാനെന്തായാലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടച്ച് നമുക്ക് വെച്ചിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അത് ചുട്ടെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനത് ചുട്ടെടുക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ശരിക്കും നെയ്യപ്പം എന്നുള്ള പേര് തന്നെ നെയ്യിൽ വറുത്തെടുക്കുന്ന അപ്പം എന്നാണ്. അപ്പം നെയ്യ് ഒഴിച്ചത് മുഴുവൻ നെയ്യൊഴിച്ചുണ്ടാക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും നെയ്യ് എടുക്കണം. ആ നെയ്യിലുണ്ടാക്കിയാൽ പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണയിലോട്ട് 1 സ്പൂൺ നെയ്യ്, നിറയെ 1 സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിന് ഈ നെയ്യപ്പത്തിനും ആ ഒരു നെയ്യിൽ വറുത്ത ഒരു സ്വാദ് കിട്ടും. ഫുൾ നെയ്യ് എടുക്കാൻ പറ്റുന്നവർ അത് ചെയ്യുക.
ഇപ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർക്കുമ്പം ആ നെയ്യ് ഈ വെളിച്ചെണ്ണയുടെ മേളിൽ കിടക്കും. അതുകൊണ്ട് ഈ മാവ് അങ്ങോട്ട് ഒഴിക്കുമ്പം ആ നെയ്യുടെ സ്വാദ് ഈ മാവിൽ ശരിക്ക് കിട്ടും. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി മാവ് അങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ആ മാവിൻ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് മൊരിച്ചെടുക്കണം. ഇപ്പോൾ ആ പൊങ്ങി വരുമ്പോഴത്തേക്ക് അടി നല്ലപോലെ വീർത്ത് വരും, മേളിൽ അത്ര വീർത്ത് വരത്തില്ല. അപ്പം മേളിലോട്ട് ഈ എണ്ണ ഇങ്ങനെ തേവി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മറിച്ചിടുക. അപ്പോൾ കണ്ടോ നല്ലോണം വീർത്തു, നല്ല ഓള് പോലെ. അപ്പോൾ അകം നല്ല സോഫ്റ്റായിട്ട്, അകം നല്ല എയറായിട്ടിരിക്കും, ബബിളായിട്ടിരിക്കും അകം. ഇതിപ്പോൾ നല്ലപോലെ മൊരിഞ്ഞു, അരിയുമൊക്കെ നല്ല കരകരാന്നായി. കണ്ടോ, കാണുമ്പം തന്നെ അറിയാമല്ലോ. നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ ഇനി അടുത്ത ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഈ ഓരോ തവി വീതം ഒഴിച്ച് നെയ്യപ്പം ഉണ്ടാക്കിയാൽ ആ 1/4 കിലോ അരിപ്പൊടി കൊണ്ട് നമുക്ക് 1/4 കിലോ അരി കൊണ്ട് നമുക്കൊരു 15 നെയ്യപ്പം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു 3/4 തവി ഒഴിച്ചാലും ഒരുമാതിരി വലിയ ഒരു ആവറേജ് വലുപ്പത്തിലുള്ള നെയ്യപ്പം നമുക്ക് കിട്ടും. നെയ്യപ്പമൊക്കെ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്, നല്ല സോഫ്റ്റുമാണ്, കാണുമ്പം തന്നെ അറിയാം. ഇതിപ്പോൾ എല്ലാം ചുട്ട് എടുത്തിട്ടുണ്ട്, കണ്ടോ, കാണുമ്പം തന്നെ അറിയാം. അരിയൊക്കെ മൊരിഞ്ഞ് നല്ല ഫ്രില്ല് വെച്ചതുപോലെ അരിയൊക്കെ ആയിട്ടുണ്ട്. നടുവൊക്കെ നല്ല കറക്റ്റായിട്ടിട്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.